പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാലഡാണ്. കുരിപ്പിച്ച പയർവർഗ്ഗങ്ങൾ കൊണ്ട് എങ്ങനെ സാലഡ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഡയറ്റിംഗ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം ഗുണം ചെയ്യും. ആഹാരം കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നുവെങ്കിൽ ഇത് കൂട്ടി കഴിക്കാം. നല്ല ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ധാന്യം മാത്രം മതിയെങ്കിൽ അതെടുക്കാം. അതല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത്, അതായത് വെള്ളപ്പയറ്, ചുമന്ന പയറ്, പച്ചപ്പയറ്, കടല, വട്ടണ, അതായത് ഗ്രീൻ പീസ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രൗട്ട്സ് ഉണ്ടാക്കാം. അതല്ലാതെ ഒരു ഐറ്റം മാത്രം ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞാനിവിടെ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത്, രണ്ടും കാണിക്കാം. ഞാനിവിടെ സ്പ്രൗട്ട്സ് അത് പച്ചക്കല്ല എടുത്തേക്കുന്നത്. കാരണം ചിലർക്ക് അങ്ങനെ പച്ചക്ക് കഴിക്കുമ്പോൾ അസിഡിറ്റി, ഗ്യാസ് സംബന്ധമായ എന്തെങ്കിലും വയറ് പെരുകുന്നത് പോലൊക്കെ ഫീൽ ആവാറുണ്ട്. എനിക്കും പച്ചക്ക് തിന്നുന്നത് അത്ര ശരിയാവത്തില്ല. എനിക്ക് വയറ് പെരുകുന്നത് പോലൊക്കെ തോന്നും. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിനെ ചെറുതായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റോ ഒന്ന് ആവി കയറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കും. ഒത്തിരി വേവിക്കേണ്ട, 1-2 മിനിറ്റ് അത്രയും മതി. ഇത് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കണമൊന്നുമില്ല. ചെറിയ തീയില് നമ്മൾ ആ കഴുകി വാരുന്നുണ്ടല്ലോ, ആ വെള്ളം ഊറി വീഴും. ആ വെള്ളം മാത്രം മതി. ഒരു 1-2 മിനിറ്റ് ചെറു തീയില് ഇട്ടിരുന്നാൽ മതി. അത്രയാവുമ്പോ വെന്ത് കിട്ടും. അങ്ങനെ ചെയ്ത് എടുത്തതാണ് ഇത്. ഇതിന് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വേണമോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വെജിറ്റബിൾസോ സ്പ്രൗട്ട്സോ എങ്ങനെ വേണേലും എടുക്കാം. അതിലേക്ക് കുറച്ച് കാക്കിടി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് നെല്ലിക്ക കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിനകത്ത് വേറെ എന്ത് വെജിറ്റബിൾസ് വേണേലും നിങ്ങൾക്ക് ചേർക്കാമേ. സവാള, പച്ചമുളക്. ഞാൻ ഈ പച്ചമുളക് സാലഡിനൊക്കെ ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞിടുന്നത്. കാരണം അന്നേരം പിന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, കടിക്ക് എത്തുമില്ല. അതിനു വേണ്ടി മല്ലിയില, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് സലാഡിൽ മല്ലിയില. ഞാനിവിടെ ബോംബെയില് ആദ്യമായിട്ട് വന്നപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സാധനമായിരുന്നു ഇത്. കാരണം ഇവിടെ കറികളൊക്കെ വെക്കുമ്പോൾ ചേച്ചിമാര് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് മാറ്റുമായിരുന്നു മല്ലിയില ഇല്ലാതെ. കാരണം സാമ്പാറിലൊക്കെ മല്ലിയില ഇട്ടാ വെക്കുന്നത്. പിന്നെ അങ്ങ് ശീലമായി. ഇനി ഒരെണ്ണത്തിൽ ഞാൻ നല്ല കട്ട തൈരാണ് ഇടുന്നത്. ഒരെണ്ണത്തിൽ നാരങ്ങാനീരും. വെജിറ്റബിൾസ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതായത് ഞാൻ ചിലപ്പോൾ ക്യാബേജ് ഇടാറുണ്ട്, ബ്രൊക്കോളി കുറച്ച് ആവി കയറ്റി ഇടാറുണ്ട്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, ഇതൊക്കെ നമുക്ക് ചേർക്കാം. ഞാൻ സ്പ്രൗട്ട്സ് ഒന്ന് ആവി കയറ്റിയപ്പോൾ അതിനകത്ത് ലേശം ഇഞ്ചി കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. അതല്ല പച്ചക്കിടണമെങ്കിൽ അങ്ങനെയും ആവാം. ഉപ്പ് ഞാനിപ്പോ കുറച്ചിടുന്നത് അത് വേവിച്ചപ്പോ ഇച്ചിരി ഉപ്പൂടിട്ടാ വേവിച്ചത്. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഈ 4 മണിക്കൊക്കെ ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന സ്ഥാനത്ത് ഇത് കഴിച്ചാല് നല്ലതാണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. പുതിനയില വേണമെങ്കിൽ പുതിനയിലയും ചേർക്കാം, വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ജീരകം, ചെറിയ ജീരകം പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.